നമസ്തേ. ഈ വർഷത്തെ രാമായണ മാസാചരണം ഇന്ന് സമാപിക്കുകയാണ്. ഇന്ന് കർക്കിടകം 31. എല്ലാ വർഷവും കർക്കിടക മാസത്തിലാണ് രാമായണ പാരായണമൊക്കെ നടക്കാറ്. നമ്മുടെ സന്ദേശമാല ഈ രാമായണ മാസമായിട്ട് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാമായണത്തിൻ്റെ വിവിധ ആംഗിളുകളിലായിരുന്നു സംസാരിച്ചിരുന്നത്. ഇന്ന് ഒരു വിഷയം കൂടെ സംസാരിച്ച് ഈ വർഷത്തെ രാമായണ പ്രഭാഷണം ഇവിടെ സമാപിക്കും. നാളെ മുതൽ മറ്റ് വിഷയത്തെ ആസ്പദമാക്കി സാധാരണ പോലെ സംസാരിക്കുന്നതുമായിരിക്കും. രാമൻ അയോധ്യയിൽ നിന്ന് വനവാസത്തിന് പോകുമ്പോൾ അയോധ്യയും കൊട്ടാരവും എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിച്ചുകൊണ്ട് സീതയും രാമൻ്റെ കൂടെ പോയി. പക്ഷേ ഒരു സ്വർണമാനിനെ കണ്ടപ്പോൾ സീതയിൽ ലീനമായിരുന്ന ആഗ്രഹങ്ങൾ ഉണർന്നു. ഭൗതിക വസ്തുക്കളുമായുള്ള ബന്ധത്തിൻ്റെ ഫലമായി ആപത്തുകളുടെ ഒരു പരമ്പര തന്നെ സീതയ്ക്ക് അനുഭവിക്കേണ്ടിയും വന്നു. സീത സ്വർണമാനിനെ കണ്ടു ഭ്രമിച്ചു. എനിക്കത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അങ്ങനെ ഒരു മാനുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് സന്തോഷം തരുന്നതുമല്ല. മാത്രവുമല്ല, ആ മാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. മറ്റു മാനുകൾ അതിൻ്റെ കൂടെ ചേരുന്നില്ല. അപ്പം തന്നെ മനസ്സിലാക്കാം അത് സത്യമല്ല എന്ന്. എന്നിട്ടും അത് വേണമെന്ന് തന്നെ സീത വാശി പിടിച്ചു. ആ മാനിനെ തേടിപ്പോയതിൻ്റെ പിന്നാലെ എന്തെല്ലാം ദുരന്തങ്ങൾ സംഭവിച്ചു. ഇത് തന്നെയല്ലേ നമ്മുടെ നിത്യജീവിതത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിലുള്ള സീതമാർ ഇതുപോലെ ഉള്ള സ്വർണമാനിനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു വീട്ടമ്മ സഹോദരിയുടെ വീട് താമസത്തിന് പോവാണ്. കുടുംബസമേതം പോയി. വീടെല്ലാം ചുറ്റി കണ്ടതിന് ശേഷം അവിടുത്തെ പുതിയ വാഷിംഗ് മെഷീൻ കണ്ടപ്പോൾ ആ വീട്ടമ്മയ്ക്ക് ഒരാഗ്രഹം, തൻ്റെ വീട്ടിലൊരു വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ അല്ലല്ലോ, ഇതുപോലെ ഒന്ന് വേണം ഒരാഗ്രഹം. അവിടുന്ന് വീട്ടിൽ വന്നതിന് ശേഷം ഭർത്താവിനോട് അതുപോലൊരു വാഷിംഗ് മെഷീൻ വാങ്ങണമെന്ന് പറഞ്ഞ് ബഹളായി. ഒരു വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഉണ്ടല്ലോ, അതിനൊരു കുഴപ്പമില്ലല്ലോ, അതിൽ അലക്കിയാൽ പോരെ, അതൊന്നും പോരാ, ഇത് തന്നെ വേണം, അത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചു. ഇദ്ദേഹം ഒരു സാധാ വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാ മനുഷ്യനാണ്. ശമ്പളം കൊണ്ട് തുച്ഛമായ ജീവിതം നയിക്കുന്ന ഒരു സാധാ മനുഷ്യൻ. എങ്ങനെയൊക്കെയോ കിട്ടാവുന്ന കുറച്ച് അവിടെ നിന്നൊക്കെ കടമൊക്കെ വാങ്ങിച്ചിട്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് തീരുമെന്നാണല്ലോ വിചാരിക്കുക സാധാരണഗതിയിൽ. അപ്പോഴാണ് തൊട്ട വീട്ടിലെ ആ സ്ത്രീ അവിടുത്തെ ഭർത്താവിനെ നിർബന്ധിച്ച് ഉള്ള ടൈൽസൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഗ്രാനൈറ്റ് ഇട്ടു. അത് കണ്ടപ്പം ഈ വീട്ടമ്മയ്ക്കൊരാഗ്രഹം, എൻ്റെ വീട്ടിലും ഇതുപോലെ ഗ്രാനൈറ്റ് വേണം. പൊങ്ങച്ചത്തിന് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. നിരന്തരമായിട്ട് ഭർത്താവിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും മനസമാധാനം പാടെ നശിപ്പിച്ചുകൊണ്ട് എന്നും വഴക്ക്. ഈ വീട്ടിൽ ഗ്രാനൈറ്റ് ഇടണം എന്ന് പറഞ്ഞിട്ട് എന്നും അതിൻ്റെ വഴക്ക് തന്നെ. അങ്ങനെ ഇവിടുന്നൊക്കെയോ കുറേ ലോണും സംഘടിപ്പിച്ച് ഗ്രാനൈറ്റ് വാങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ ഉദ്ദേശിച്ചിടത്തിലൊന്നും ബഡ്ജറ്റ് നിന്നില്ല. അപ്പോഴാണ് ഒരാൾക്കൊരു പ്രത്യേക കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ കുറച്ച് കാശ് കൊടുത്തു. കണക്ഷൻ ഒന്ന് ശരിയായി കൊടുക്കാൻ. കാശെന്ന് പറഞ്ഞാൽ കൈക്കൂലി എന്നാണ് അർത്ഥം. അത് കൊടുത്തു.
അത് വാങ്ങി. എന്നിട്ടും ചെയ്യാത്ത വേറൊരാളുടെ കൂടി വാങ്ങി 2-3 ആളുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ച് പൈസ ഒപ്പിച്ച് പണി തുടങ്ങി. അവിടെ താമസമാകുന്നതിന് മുമ്പേ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ടു. ഉള്ള ജോലി നഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് നാം സ്വർണ്ണമാനിനെ തേടി പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. ഉള്ളത് വെച്ച് ജീവിക്കാൻ പഠിക്കണ്ടേ? നമുക്ക് സീത സ്വർണ്ണമാന്യെ തേടി പോയതുകൊണ്ട് നമുക്കിപ്പോൾ എന്താ അതിൽ പഠിക്കാനുള്ളത്? നമുക്ക് ഗുണപാഠം എന്താണ്? ആ ഗുണപാഠം ഇത് തന്നെയാണ്. ഭൗതിക വസ്തുക്കളൊന്നും തന്നെ നമുക്ക് സുഖവും ശാന്തിയും സമാധാനവും തരുന്നതല്ല എന്നുള്ള തിരിച്ചറിവ് രാമായണത്തിൽ ഈ സ്വർണ്ണമാന്യെ തേടിപ്പോയ സീതയിലൂടെ നമുക്ക് മനസ്സിലാക്കണം. ഇതൊന്നും നമുക്ക് ശാശ്വതവുമല്ല, സുഖം തരുന്നതുമല്ല എന്ന് ഇതിൽ മനസ്സിലാക്കുന്നത് അല്ലേ നല്ലത് എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക. മാത്രവുമല്ല, നാളെ മുതൽ സാധാരണ വിഷയങ്ങൾ സംസാരിക്കും. നാളെ സംസാരിക്കുന്ന വിഷയം ഒരു സാധാരണ ബാങ്കിലെ ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു ബിന്ദുവിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ചാണ് നാളെ സംസാരിക്കുന്നത്. നമസ്കാരം.